കുത്തപ്പിനുള്ള സ്റ്റേ എടുത്തേക്കുന്നത്. പുള്ളിയുടെ പേര് ഷോൺ, പുള്ളി ലണ്ടനിൽ നിന്നുള്ള. ഇതാണ് നമ്മുടെ കിച്ചൺ ഡൈനിങ് ഏരിയ. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെന്ററിയാണ്. ഇവളുടെ പേരാണ് സാഷ. ലാസ്റ്റ് സ്കോർ എടുക്കാൻ വേണ്ടിയുള്ള അടി നടക്കുക. അടി ലിഫ്റ്റ് ഫെസിലിറ്റി ഉണ്ട്. വൈബടിക്കുന്ന സ്ഥലം കാണിച്ചു തരാം. പുതിയൊരു ആളെ കിട്ടുന്നുണ്ട്. പശു അല്ല, സൈപ്പ്. ഇതെന്ന് പറയുന്നത് എൻ്റെ കൂടെ സ്റ്റേ ചെയ്യുന്ന ഹോസ്റ്റലിൽ. പുള്ളിയുടെ പേര് ഷോൺ, പുള്ളി ലണ്ടനിൽ നിന്നുള്ള. പുള്ളി ഇന്ത്യയിൽ ആദ്യമായിട്ടാണ്, ഡൽഹിയിൽ ആദ്യമായിട്ട് വരുന്നത്. പുള്ളി നമസ്തേയൊക്കെ അറിയാം, പിന്നെ ഇപ്പം നമസ്തേ അറിയാം, പിന്നെ ധന്യവാദം അറിയാം. ഇപ്പം പുള്ളിക്ക് കായ്ക്കുള്ള ഡ്രിങ്ക്സ് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം എന്നെ കൂട്ടുപിടിച്ചാണ് നോക്കാനായിട്ട്. പുള്ളി അത് തിരക്കിക്കൊണ്ടിരിക്കുക. ഹൽദിറാംസിലുള്ള. അപ്പോൾ ഇവിടെ ഓർഡർ കൊടുത്തതിന് ശേഷം മാത്രമേ പ്രിപ്പയർ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടി നിൽക്കുക. നമസ്തേ. ഞങ്ങളൊരു മൊജീത്തോ പറഞ്ഞേ കുടിക്കുന്നു. കൊള്ളാന്ന് പറഞ്ഞേ. ഇറ്റ്സ് ഇറ്റ് ഗുഡ്, ഇറ്റ്സ് റിയലി നൈസ്. മൊജീത്തോ കൂടിയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഇനി കുറച്ചവിടെ ഇരുന്നിട്ട് മീറ്റിംഗ് കൂടി കഴിഞ്ഞ് ഞങ്ങൾ സ്റ്റേയിലോട്ട് തിരിച്ചു പോകും. ഹസ്ബൻഡ് വീഡിയോ എടുക്കുക, അതെടുക്കാൻ പറ്റില്ല. ഞാനിപ്പോൾ സ്റ്റേയിലുള്ള ഞാൻ സ്റ്റേ എന്ന് പറയുന്നത് കുത്തപ്പിനാറിലെ സ്റ്റേ എടുത്തേക്കുന്നത്. അപ്പോൾ കുത്തപ്പിനാറിലെ സ്റ്റേ വരുന്നിടം കാണിച്ചു തരാം. ഇതെന്ന് പറയുന്നത് നമ്മൾ നിൽക്കുന്ന സ്റ്റേയുടെ ഗ്രൗണ്ട് ഫ്ലോർ ഏരിയ ആണ്. അപ്പം ലെഫ്റ്റ് സൈഡിലായിട്ട് കിച്ചൺ ഏരിയ, അതുപോലെ തന്നെ ഡൈനിങ് ഏരിയ ആണ് വരുന്നത്. നമുക്ക് അവിടെ തന്നെ ഇരുന്ന് വേണമെങ്കിൽ വർക്കിംഗ് ഒക്കെ ചെയ്യാം. പിന്നെ റൈറ്റ് സൈഡിലായിട്ട് സോഫയും കസേരയൊക്കെ ഉണ്ട്. നമുക്കിരുന്ന് സംസാരിക്കണമെങ്കിൽ അതും ആവാം. ആ സൈഡിൽ തന്നെയായിട്ടാണ് നമുക്ക് റിസപ്ഷനും കാര്യമൊക്കെ വരുന്നത്. ഓൺലൈനായിട്ട് ബുക്ക് ചെയ്ത് വരുന്നത് കോംപ്ലിമെൻ്ററി ആണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നമുക്ക് അതിനകത്ത് ഏത് കോംബോ വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഇതാണ് ഇവിടുത്തെ മടിച്ചിപ്പാറു. ഒരു പണി എടുക്കാതെ എപ്പോൾ നോക്കിയാലും കിടപ്പാണ്. പേര് സാഷ എന്നാണ്. ഇവിടെ സ്റ്റേക്ക് 3 ഓണേഴ്സ് ഉള്ളത്. ആ 3 ഓണേഴ്സിൽ ഒരു ലേഡി ഓണറുടെ പെറ്റ്. ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് 3 ടൈപ്പ് അക്കോമഡേഷനും കൂടെ വരുന്നുണ്ട്. അതിനകത്ത് ഒന്നാമത്തെന്ന് പറയുന്നത് കപ്പിൾ അക്കോമഡേഷനാണ്, രണ്ടാമത്തെന്ന് പറയുന്നത് ബോയ്സ് ഉള്ള അക്കോമഡേഷൻ, മൂന്നാമത്തെന്ന് പറയുന്നത് ഗേൾസ് ഉള്ള അക്കോമഡേഷൻ. ഗേൾസ് ഉള്ള അക്കോമഡേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ എൻട്രൻസ് ഇല്ല. സോ ഇതാണ് കപ്പിൾ അക്കോമഡേഷൻ വരുന്ന റൂം. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 900-1000 റേഞ്ചിലാണ് വരുന്നത്. കപ്പിൾ അക്കോമഡേഷൻ എന്ന് പറയുമ്പോൾ 2 പേരെ കാണത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ ലോക്കറും കാര്യമൊന്നുമില്ല. പിന്നെ ഇവിടെ ഒരു വാർഡ്രോബ് ഉണ്ട്. പിന്നെ കിങ് സൈസ് ബെഡാണ് വരുന്നത്. അതോടൊപ്പം തന്നെ AC സെറ്റപ്പ് ഉണ്ട്. അതിന് ഇൻവെർട്ടറും സെറ്റ് ചെയ്തിട്ടുണ്ട്. കപ്പിൾസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ബാത്റൂമിൽ എൻ്റർ ചെയ്യുന്നില്ല. മറ്റൊന്നും കൊണ്ടല്ല, അവരുടെ പ്രൈവസിക്ക് വേണ്ടിയിട്ട് നമ്മൾ അതിനകത്ത് എൻ്റർ ചെയ്യുന്നില്ല. അപ്പം നോക്കുമ്പോൾ 1000 രൂപയ്ക്ക് പോകത്തായിട്ടൊരു റൂമും കാര്യമൊക്കെയാണ്. കാരണം സെപ്പറേറ്റ് TV, AC ഒക്കെ വരുന്നുണ്ട്. വേറെ ആരെയും ബുദ്ധിമുട്ടുകയൊന്നും വരത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ നല്ല റൂമാണ്. ഇതാണ് രണ്ടാമത്തെ ടൈപ്പ് അക്കോമഡേഷൻ. ബോയ്സ് ഓൺലി 6 ബെഡ് അക്കോമഡേഷൻ. അതിനകത്ത് 6 ബെഡായിട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പറായിട്ടൊന്നും ഇല്ല, ജസ്റ്റ് സിമ്പിൾ ബെഡായിട്ട്. അതിനോടൊപ്പം തന്നെ മെത്തയും തലേണ, അതുപോലെ കുഷ്യനും കാര്യമൊക്കെ ഉണ്ട്. പിന്നെ സെപ്പറേറ്റ് ഡ്രോയും കാര്യമൊക്കെ എല്ലാവരും കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലോക്കറും കൊടുത്തിട്ടുണ്ട്. AC ഇന്ന സമയം തൊട്ട് ഇന്ന സമയം വരെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. സൈഡിലൊക്കെ ആയിട്ട് കുറച്ച് ഫോട്ടോസും കാര്യമൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ സാഷയുടെയും കുറച്ച് ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് 6 പേർക്കും ബോയ്സ് ഓൺലി മാത്രമാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 800-900 ആ റേഞ്ചിനകത്താണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. അപ്പം മാറിക്കൊണ്ടിരിക്കും. ഓൺലൈനിലും ഓഫ്ലൈനിലാണെങ്കിലും ആ റേഞ്ചിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പം 6 പേർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു വാർഡ്രോബും സെറ്റപ്പും കാര്യമൊക്കെയാണ് കൊടുത്തേക്കുന്നത്. ഇതോടൊപ്പം തന്നെ വരുന്നതാണ് ബാത്റൂം. അപ്പോൾ ബാത്റൂം നോക്കുവാണെങ്കിൽ നമുക്ക് നല്ലപോലെ ഹീറ്ററും കാര്യമൊക്കെ ഉണ്ട്. നല്ല ക്ലീനായിട്ട് വെച്ചേക്കുന്ന ബാത്റൂമാണ്. എക്സോസ്റ്റ് നല്ലപോലെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത്രയാണ് ഈ ഏരിയ വരുന്നത്. അത്യാവശ്യം വലിയൊരു സൈസിലാണ് വരുന്ന റൂം. ഗേൾസ് ഉള്ളിൽ വരുന്നത് അപ്പറും ലോവറുമായിട്ട് 6 ബെഡാണ് വരുന്നത്. അതിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 700-800 റേഞ്ച് വരും. ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലോട്ട് വരുമ്പോൾ നമുക്ക് 3 ടൈപ്പ് അക്കോമഡേഷനും പിന്നെ ഒരു പ്ലഷർ ഏരിയയും പിന്നെ ഒരു കിച്ചൺ ഏരിയയാണ് വരുന്നത്. അതിനകത്ത് 4ാമത്തെ അക്കോമഡേഷൻ ഉണ്ട്, പക്ഷേ അത് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഓണറാണ്. ഫസ്റ്റ് ഫ്ലോറിൽ ആദ്യത്തെ അക്കോമഡേഷൻ എന്ന് പറയുന്നത് 6 ബെഡ് മിക്സഡ് അക്കോമഡേഷനാണ് വരുന്നത്. അതിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ 600-700 റേഞ്ചിലാണ്. മിക്സഡ് അക്കോമഡേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെയാണ് ബുക്ക് ചെയ്യുന്നത്, ബുക്കിംഗ് അനുസരിച്ച് നമ്പറിനനുസരിച്ചായിരിക്കും നമുക്ക് ബെഡ് കിട്ടുന്നത്. ചിലപ്പോൾ മേളിലായിരിക്കും, ചിലപ്പോൾ താഴെയായിരിക്കും. അപ്പോൾ ഗേൾസിന് താഴെ ബോയ്സിന് മേലെ അങ്ങനെയൊന്നുമില്ല, ബുക്കിംഗ് അനുസരിച്ചായിരിക്കും വരുന്നത്. അപ്പം എല്ലാ ബെഡിനും അനുസരിച്ച് ഒരു ലോക്കർ കൊടുത്തിട്ടുണ്ട്. 6 ലോക്കറുണ്ട്. പിന്നെ ഓരോ ബെഡിനും ഓരോ ചാർജിങ്ങും ലൈറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ 6 പേർക്ക് യൂസ് ചെയ്യേണ്ട ഒരു വാർഡ്രോബ് ഉണ്ട്. അത്യാവശ്യം വലിയ വാർഡ്രോബാണ്. പിന്നെ AC ഉണ്ട്. പിന്നെ ബാത്റൂം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും വന്ന് ക്ലീനിങ് ഒക്കെ ഉള്ളതാണ്. അപ്പം എല്ലാ ബാത്റൂമിനും ഹീറ്ററും അതുപോലെ തന്നെ എക്സോസ്റ്റ് ഫാനും ഒക്കെ സെറ്റ് ഉണ്ട്. അപ്പം എല്ലാ ദിവസവും ക്ലീനിങ് കാര്യമൊക്കെയുള്ള ബാത്റൂമാണ്. അടുത്ത ടൈപ്പ് അക്കോമഡേഷൻ എന്ന് പറയുന്നത് 4 ബെഡ് വരുന്ന അക്കോമഡേഷനാണ്. പ്രൈസ് റേഞ്ച് വരുന്നത് 500-600 റേഞ്ചിനകത്ത് വരും. അതിനകത്ത് AC ഉണ്ട്, ഫാനുണ്ട്. പിന്നെ 4 പേർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാർഡ്രോബ് ഉണ്ട്. അതുപോലെ 4 പേർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ലോക്കറുണ്ട്. വാർഡ്രോബ് ആണെങ്കിൽ അത്യാവശ്യം വലിയ സൈസോട് കൂടി അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റുന്ന സൈസിലാണ് വാർഡ്രോബ് കൊടുത്തേക്കുന്നത്. ലോക്കർ ആണെങ്കിലും സെയിം ആ സൈസിലൊക്കെയാണ് വരുന്നത്. പിന്നെ ബാത്റൂം എന്ന് പറയുന്നത് നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്ത് നല്ലപോലെ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നതാണ്. ബാത്ത് സ്ക്രബ്, അതുപോലെ തന്നെ ഹീറ്റർ, പിന്നെ നമുക്ക് നോക്കാൻ പറ്റുന്ന ഗ്ലാസ്
വാഷ് ബേസിൻ, അതുപോലെ തന്നെ സോപ്പ് വെക്കാനുള്ള സ്റ്റാൻഡ്, ബോഡി ലോഷൻ, ഇതെല്ലാം ബാത്റൂമിനകത്ത് വരുന്നുണ്ട്. പിന്നെ എക്സോസ്റ്റ് ഫാൻ അടക്കമാണ് വരുന്നത്. എല്ലാ ദിവസവും ക്ലീനിങ്ങും കാര്യമൊക്കെ ഉണ്ട്. നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ബാത്റൂം കാര്യമൊക്കെയാണ്. അപ്പോൾ നമുക്കിനി എൻ്റെ റൂം കാണാം. അത്യാവശ്യം നല്ല റൂമാണ്. AC വൈകിട്ട് ഓണാക്കും. ഇപ്പോഴത്തേക്ക് ഫാനാണ് കിടക്കാൻ നേരത്ത്. 12 മണി തൊട്ട് രാവിലെ 8 മണി വരെ AC ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ബൂട്ടാണെങ്കിലും ഷൂസൊക്കെ ആണെങ്കിലും താഴെ കൊടുക്കണം. പിന്നെ സ്ലിപ്പറോ ചപ്പൽസോ ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ട് നടക്കാം. ഇതാണ് എനിക്ക് കിട്ടിയേക്കുന്ന ബെഡ്. ഇച്ചിരി ലേറ്റ് ആയിപ്പോയി ബുക്ക് ചെയ്തപ്പോൾ. ഹീറ്ററുണ്ട്, ചൂടാക്കാം, നല്ല തണുത്തോളത്തേക്ക് കുളിക്കാം. സെയിം തന്നെ ഇവിടെ ചൂടുവെള്ളം വരും, തണുത്തോളം വരും. ബാത്റൂം അത്യാവശ്യം നല്ല ബാത്റൂമാണ്, ഒരു കുഴപ്പമില്ല. വേണേൽ ലോക്കറും ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. അതിന് 100 രൂപ അടയ്ക്കണം. പിന്നെ അത് റീഫണ്ടബിൾ ആണ്. 8 പേര് യൂസ് ചെയ്യുന്ന റൂമാണ്, 8 ലോക്കറാണ് കൊടുത്തത്. പിന്നെ പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ 300 to 500 റേഞ്ച് അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഈ റൂമിനുള്ള മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ റൂമിനോട് അടുത്ത് തന്നെയാണ് ലൗണ്ടറി ഇടുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഡ്രസ്സ് ആരെങ്കിലും കൊടുത്തിടേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ തന്നെ വാഷിംഗ് മെഷീനൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ജസ്റ്റ് തുണിയൊക്കെ എടുത്ത് അതിനകത്ത് അലക്കിയിട്ട് ഇവിടെ തന്നെ ഉണക്കാനിട്ടാൽ മതി. ലോണ്ടറിക്കായിട്ട് 2 വാഷിംഗ് മെഷീനാണുള്ളത്. 2 വാഷിംഗ് മെഷീൻ ഫുള്ളി ഓട്ടോമാറ്റിക്കാണ്. പൗഡറും കാര്യമൊക്കെ നമുക്ക് അടുത്ത് തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോൾ വേണ്ടി വന്ന് അലക്കാമെന്നാണ്. മിക്കപ്പോഴും ഫ്രീ ആണ് വാഷിംഗ് മെഷീൻ. ഈ റൂമെന്ന് പറഞ്ഞാൽ നമ്മുടെ 3 ഓണേഴ്സിൽ ഒരാൾ ഉപയോഗിക്കുന്ന റൂമാണ്. അതുകൊണ്ട് തന്നെ റെൻറ്റിന് കൊടുക്കുന്ന റൂമല്ല. ഞാൻ നേരത്തെ കാണിച്ച സാഷയില്ലേ, സാഷയുടെ ഓണറും സാഷയും യൂസ് ചെയ്യുന്ന റൂമാണിത്. അത് ലേഡി ഓണറാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. അപ്പം പുള്ളിക്കാരിയാണ് ഈ റൂം യൂസ് ചെയ്യുന്നത്, സാഷയും. അപ്പം അവരുടെ കുറച്ച് ഐറ്റംസും കാര്യമൊക്കെയാണ് ഇവിടെ ഉള്ളത്. റെൻറ്റിന് കൊടുക്കാത്തതുകൊണ്ട് തന്നെ വൃത്തിയൊക്കെ അത്യാവശ്യം കുറവാണ്. എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സോഫ, ബെഡ് അങ്ങനത്തെ സെറ്റപ്പൊക്കെയാണ് ഉള്ളത്. പിന്നെ ടീപ്പോയും കാര്യമൊക്കെ ഉണ്ട്. പിന്നെ ഫോട്ടോസ് ഇഷ്ടം പോലെയാണ്, വാരി വെറുതെയാണ് ഉള്ളത്. ഫോട്ടോസ് എന്ന് പറയാനായിട്ട് ഇതിനകത്ത് കൂടുതലും സാക്ഷിയുടെ ഫോട്ടോസാണ് ഉള്ളത്. പിന്നെ കുറച്ച് എന്താ പറയാണ്ട് അലങ്കാരികമായിട്ടുള്ള കുറച്ച് സാധനങ്ങളും ഗ്ലാസും കാര്യമൊക്കെയാണ് വെച്ചേക്കുന്നത്. പിന്നെ റൂമിൽ പ്രത്യേകിച്ച് കാണിക്കാൻ മാത്രം വേറൊന്നുമില്ല. സാക്ഷിയാണ് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നത്. പിന്നെ വാർഡ്രോബൊക്കെ വെറും കാലിയാണ്, അതൊന്നും മിക്കാനായിട്ട് സാധനമില്ല. പിന്നെ ബാത്റൂം എന്നൊക്കെ പറയുമ്പോൾ സാക്ഷിനെ കുളിപ്പിക്കുന്നതായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വൃത്തിയിട്ട് വെച്ചിട്ടുണ്ട്. ഹീറ്ററും കാര്യമുണ്ട്, എക്സോസ്റ്റ് ഫാനുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ കോസ്മെറ്റിക് ഐറ്റംസാണ് കൂടുതലും ഉള്ളത്. അപ്പം ബാത്റൂമും പിന്നെ റൂമൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ റൂമാണ്. ഇത് സാധാരണ കാണിക്കാറില്ല ആരും. പിന്നെ ഒരു റൂമിൻ്റെ കാര്യം നമ്മളെല്ലാം കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പം ഇതുകൂടെ കാണിക്കുന്നതിന് കുഴപ്പമില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഇതിന് പെർമിഷൻ തന്നത്. അപ്പം നമ്മൾ ഇനിയിപ്പോൾ ഇതിനകത്ത് കൂടുതൽ എന്നിട്ട് കാര്യമൊന്നുമില്ല, റെൻറ്റിന് കൊടുക്കുന്നതല്ലല്ലോ. അപ്പോൾ നമുക്കിനി പുറത്തോട്ടിറങ്ങിയിട്ട് പ്രഷർ റൂം കാണിച്ചു തരാം. റൂമിന് പുറത്തോട്ടിറങ്ങുമ്പോൾ ഹാപ്പിനെസ് ഈസ് ഹോംമെയ്ഡ് എന്ന് പറഞ്ഞ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഫ്രിഡ്ജൊക്കെ ഉണ്ട്. ഇത് സാധനങ്ങളൊക്കെ എന്തൊക്കെ ഇരിപ്പുണ്ട്. കൊക്കക്കോള ഇതൊക്കെ ഇതിൽ വാങ്ങിച്ചേക്കുന്നതാണ് അവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫ്രിഡ്ജൊക്കെ റെഡിയാണ് ഇവിടെ, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ കുടിക്കാൻ വെള്ളമുണ്ട്. പിന്നെ അവിടെയൊക്കെ വെള്ളം വരുന്നതാണ്. പിന്നെ ഡൽഹിയിലെ വെള്ളം ആയതുകൊണ്ട് പിന്നെ എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല എന്താ സംഭവം. കുടിക്കാൻ നല്ല വെള്ളമാണ്, ഇവിടെ കുടിക്കുന്ന വെള്ളം കൂടെ തന്നെ കഴുകാം. ഇതാണ് നമുക്ക് വരുന്ന പ്ലഷർ ഏരിയ. അപ്പോൾ ഇതിനകത്ത് ഫുട്ബോൾ കളിക്കാം, യോഗ ചെയ്യാൻ, TV കാണാം, ഗിത്താർ വായിക്കാനാണെങ്കിൽ ഗിത്താർ വായിക്കാം. അപ്പോൾ നമുക്ക് ഓൾറെഡി ഷോണിനെ അറിയാമല്ലോ, ഗിത്താർ വായിക്കുന്നുണ്ട്. അവൻ പ്ലേ ചെയ്യുന്നത് മറ്റേ കോപ്പിറൈറ്റുള്ള മ്യൂസിക്കാണ്. അതുകൊണ്ടാണ് പ്ലേ ചെയ്യുന്ന കഴിപ്പിക്കാതെ. അപ്പം ഇപ്പം ഈ പ്ലേ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടെ നിന്നിട്ടൊരു കാര്യമില്ല, അപ്പുറത്ത് പോയെന്ന് പറയാനാണെങ്കിലും ഒരു കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. എന്നിട്ട് നമുക്ക് സ്മോക്കിംഗ് ഏരിയയും ഇതൊന്നും കാണിച്ചു തരില്ല. നാട്ടിൽ നിന്ന് പോകുന്നതിന് ശേഷം ഇപ്പോഴാണൊന്ന് കുളിക്കുന്നത്. 2 ദിവസമായി കുളിച്ചിട്ട്. അപ്പോൾ കുളിച്ച് വന്നപ്പോഴേക്കും ഷോണും രാവും കൂടെ ഫുട്ബോൾ കളിയിലാണ്. അപ്പോൾ ടൈ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സ്കോറിന് വേണ്ടിയിട്ടുണ്ട് 2 കൂടെ ആയിക്കൊണ്ടിരിക്കുന്നത്. കിട്ടുന്നില്ല. ഈ ഡോറിന് പുറകെ വരുന്നതാണ് സ്മോക്കിംഗ് ഏരിയ. സ്മോക്കിംഗ് ഏരിയയിൽ ഇപ്പോൾ ആരും ഇല്ല സ്മോക്ക് ചെയ്യാനായിട്ട്. അവിടെ ജസ്റ്റ് ഒരു ചെറിയ ഫോട്ടോ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബാബ ഇരുന്ന് സിഗരറ്റ് വലിച്ച് പീസോട്ടായിട്ടിരിക്കുന്നത്. പിന്നെ കുറച്ച് ചെടിയും കാര്യമുണ്ട്. പിന്നെ ഇടയ്ക്ക് ഒരു ലൈറ്റർ ഇരിപ്പുണ്ട്. അത്യാവശ്യം മോശമില്ലാത്തൊരു സെറ്റപ്പാണ്. കുറച്ച് കസേരയുണ്ട്, 2 ഫാനുണ്ട്. ഈ പുകയൊക്കെ വരുന്ന പറന്നാൻ വേണ്ടിയിട്ടായിരിക്കണം. നമുക്കിവിടെ ലിഫ്റ്റിൻ്റെ ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. ലിഫ്റ്റിൽ കയറിയൊക്കെ പോകാം. ഇതാണ് ഇവിടെ വൈബ് അടിക്കാനായിട്ട് സ്ഥലമുണ്ട്. വൈബ് അടിക്കാനുള്ള സ്ഥലം ഞാൻ കാണിച്ചു തരാം. ഇതാണ് വൈബ് അടിക്കാനുള്ള സ്ഥലം. വൈബ് ഉണ്ട്, സെറ്റപ്പല്ലേ. ഇപ്പോൾ എല്ലാവരും പോയി, കാരണം ഞാനിപ്പോൾ കുളിക്കാനൊക്കെ ഒരു സെറ്റപ്പായിരുന്നു. പക്ഷേ വരാൻ പറ്റില്ല. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. സോ ഗൈസ്, നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.